അമേരിക്ക അവകാശപ്പെട്ടത് ഹോർമുസിലെ ഉപരോധം ആരംഭിച്ച ശേഷം ഒരു ഇറാനിയൻ കപ്പൽ പോലും കടന്നുപോയിട്ടില്ല തങ്ങളുടെ ഉപരോധം ലംഘിച്ച് എന്നാണ്. പക്ഷേ ഈ കപ്പൽ ട്രാക്കിംഗ് സൈറ്റുകളുടെ ഇപ്പോൾ പുറത്തുവിടുന്ന വിവരപ്രകാരം ഏതാണ്ട് 34ഓളം കപ്പലുകൾ, അതും ഇറാൻ കപ്പലുകൾ പുറത്തുവിട്ടു എന്ന് ഡേറ്റ ട്രാക്കിംഗ് ഏജൻസിയായ വോർട്ടെക്സിനെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചുരുങ്ങിയത് 34 ഇറാനിയൻ ബന്ധമുള്ള കപ്പലുകളെങ്കിലും US ഉപരോധം മറികടന്ന് പോയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഇറാൻ്റെ എണ്ണയുമായി പോയ കപ്പലുകളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇതോടുകൂടി അമേരിക്കയുടെ ഈ വാചകവടി മാത്രമാണോ, അമേരിക്കയുടെ ഉപരോധം ദുർബലമാണോ എന്നുള്ള ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഉയരുന്നുണ്ട്. ഏപ്രിൽ 13 മുതലാണ് US നാവികസേന ഹോർമുസിൽ ഉപരോധം ഏർപ്പെടുത്തിയത്. ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്ന് വരുന്നതും പോകുന്നതുമായ എല്ലാ കപ്പലുകളും തടയുമെന്നായിരുന്നു അവകാശവാദം. അതേസമയം 28ഓളം കപ്പലുകളെ തിരിച്ചയച്ചിട്ടുണ്ട് എന്നും അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിലാണ് വളരെ വിദഗ്ധമായി, അതായത് അതിൻ്റെ സിഗ്നൽ സംവിധാനങ്ങളൊക്കെ ഓഫ് ചെയ്താണ് ഈ കപ്പലുകൾ ഈ ഹോർമുസിലെ ഉപരോധം കടന്ന് പുറത്തേക്ക് പോയത് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നത്. ഈ കപ്പലുകളിൽ കുറഞ്ഞത് ഒരു കപ്പലിൽ ഏതാണ്ട് 10.7 ദശലക്ഷം ബാരൽ വരുന്ന ഇറാനിയൻ അസംസ്കൃത എണ്ണയുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ കൂടിയ വിലയ്ക്ക് ഇറാൻ ഈ എണ്ണ വിൽക്കും എന്നുമാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അജയ്, ഞങ്ങൾ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അമേരിക്ക പറയുന്നുണ്ട്. പക്ഷേ വളരെ വിദഗ്ധമായി ഈ ഉപരോധം മറികടക്കാനുള്ള ശ്രമങ്ങൾ വിജയകരമായി തന്നെ നടത്തിയിരിക്കുകയാണ് ഇറാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നിലവിൽ US-ന്റെ കണക്കുകൂട്ടലുകളെല്ലാം ഇക്കാര്യത്തിൽ തെറ്റുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കപ്പലിനെ, ടൗസ്ക എന്ന് പറയുന്ന കപ്പലിനെ US പിടിച്ചെടുത്തിട്ടും ഈ കപ്പലിന് വേണ്ടി അധികമായിട്ട് ഒരു അന്താരാഷ്ട്ര തലത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഈ നെഗോഷിയേഷൻസ് വഴിയാണെങ്കിലും ഒരു നീക്കം നടത്താൻ ഇപ്പോൾ നിലവിൽ ഇറാൻ തയ്യാറാകുന്നില്ല.